ആരാ നാണിയ പോണത്? കോലത്തെ കുടിയാൻ കൊച്ചുരാമൻ. എന്തേ? ഒന്നുമില്ല. തമ്പ്രാട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ കൊച്ചുരാമനെ? ഇത്രയ്ക്ക് അടുത്തങ്ങോട്ട് കണ്ടിട്ടില്ല. ഒത്ത ശരീരം അല്ലേ? ചെത്തുകാരനല്ലേ? അധ്വാനം. വാസ്തവം വാസ്തവം. കൊച്ചുരാമനല്ലേ അത്? ആരെങ്കിലും ആയിക്കോട്ടെ, തമ്പുരാട്ടി നടന്നു പോയിക്കോളൂ. അവിടെ നിൽക്ക് തമ്പുരാട്ടി. അങ്ങോട്ട് നീങ്ങി നിൽക്ക് കൊച്ചുരാമ. തമ്പുരാട്ടിക്ക് പോണ്ടേ? തമ്പുരാട്ടിക്ക് പോകാനല്ലേ വഴി കിടക്കണത്. പൊക്കോ തമ്പുരാട്ടി. അപ്പോ തീണ്ടലും തൊടലും ഒന്നും ഇല്ലാണ്ടായി അല്ലേ? സാരമില്ല നാണിയെ, നമുക്ക് പോവാൻ വഴിയുണ്ടല്ലോ. അതുപോരെ. മാറണ്ട കേട്ടോ, അവിടെ തന്നെ നിന്നോളൂ. വന്നോളൂ. ശരി, കോലത്തെന്ന് പറഞ്ഞേക്കാം. നാണി വെറുതെ പറയണതാ, കോലത്ത് പറയില്ല കേട്ടോ. നടന്നു വന്നോളൂ നാണിയെ. ശിവ ശിവ, നാണിക്കിതൊന്നും മനസ്സിലാകണില്ലേ? എന്താ നാണിയെ? ഒന്നുമില്ല. അല്ല, നിങ്ങ ഇത് ആരെ ഓർത്തോണ്ടിരിക്കയാണ്? എന്നതെന്നത്? നിങ്ങൾക്കിത് എന്നാ പിണഞ്ഞ്?
അല്ലടി, ഞാൻ ആ തമ്പിരാട്ടിയുടെ കാര്യം ഓർത്തിട്ടിരിക്കുന്നു. എന്റെ ദൈവമേ, നിങ്ങക്ക് ഏതാണ്ട് ആപത്ത് വരാൻ പോണെന്നാ എനിക്ക് തോന്നണത്. തമ്പുരാട്ടിനെ നിങ്ങ എന്തിനാ ഓർത്തോണ്ടിരിക്കണത്? തീണ്ടലുമില്ല, തൊടിയിലുമില്ല. ഇങ്ങനെയുണ്ടാ ഒരു തമ്പുരാട്ടി? നിങ്ങളുടെ കാര്യം നോക്കൂ മനുഷ്യനെ, അത് അതിന്റെ കാര്യം നോക്കട്ടാ. അല്ലെങ്കിലും നല്ല കാര്യമൊന്നും നിന്നോട് പറയാൻ കൊള്ളുകയില്ല. നീ അങ്ങനത്തെ ഒരു കുശുംബിയാ. കൊച്ചുവാവേ, മോനെ കൊച്ചുവാവേ. എന്താ അച്ഛാ? അച്ഛൻ 5 എത്തിയേച്ചും ഇപ്പം വരാം. അച്ഛന് കപ്പ വേണ്ടേ? അച്ഛൻ വന്നിട്ട് ചോറിന്റെ കൂട്ടത്തിൽ കഴിച്ചോളാം. ഇവന് ചോറ് കൊടുത്തരുത് ദേവകി. മോന് ചോറ് തരട്ടെ, എനിക്ക് അച്ഛൻ വന്നിട്ട് മതി. ബാ. കോലത്തുനിന്ന് ആ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയി. ആര്? കോലത്തെ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയെന്ന്. അതിനിവിടെ തമ്പുരാക്കന്മാരും ഇല്ലല്ല. നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണണ്ടാ? ഇതെന്നത് നോട്ടാണ്? നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണെന്ന് പറയണത് നേരാണാ? എടോ, ഓ സാറോ എന്തോ എഴുന്നേറ്റ് നെല്ലി. നമ്മളെ രണ്ടാളെയും വിത്തരിക്കാൻ പോവുകയാണ് മന്ത്രി മംഗമാമ. പുതിയ കേസ് മന്ത്രിയാണ്. ഇങ്ങാട്ടിരിയെന്നേ. കളിയാക്കൊന്നും വേണ്ട. അമ്മമ്മ ഇതാരപ്പ? കേസ് ഇൻസ്പെക്ടറാ. നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ തുടങ്ങിയ പിന്നെ ആ തമ്പരാട്ടിമാർക്ക് അവിടെ കഴിഞ്ഞുകൂടാനൊക്കുവാ. വേറെ വല്ലയിടത്തും കൊണ്ടുപോയിട്ട് മാറ്റാമേലേ? എടീ, വാറ്റാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ. എനിക്ക് മേലെ കോലാത്ത വലിയ തമ്പുരാൻ കിടന്നുറങ്ങിയ മുറിയിൽ ഇട്ട് ചാരായം മാറ്റണം. അതെന്താ അത്ര വലിയ നിർബന്ധം? അത് നീ തന്തക്ക് പറഞ്ഞവനാണെങ്കിലേ അറിയാനൊക്കെ ഉള്ളു. ആ കോലോ നിൽക്കുന്നിടത്ത് കുളം തോന്നണോന്നായിരുന്നു കൊച്ചിലെ മുതലുള്ള എന്റെ ഒരാശ. ഓരോരോ ബാലചാബല്യങ്ങളെ. എന്താ? എടീ, എന്റെ അച്ഛനെ വെട്ടിയരിഞ്ഞിട്ട കോലാത്തിട്ട് ഞാൻ ചാരായം വാറ്റും. അതിനാണ് ചോദിച്ച വില കൊടുത്ത് ഞാനത് മേടിച്ചത്. ആ തമ്പുരാട്ടിമാരുടെ ഓഹരി മാത്രം തന്നില്ല. എട്ടിപ്പിടിച്ചണ്ടിരുന്നോട്ട. ഞാൻ അവിടെ ഇട്ട് ചാരായം വാറ്റ് തുടങ്ങുമ്പോ തമ്പുരാട്ടിമാര് താനേ പുറത്ത് ചാടും. അപ്പൊ ഞാൻ വാറ്റ് നിർത്തും. എന്നിട്ട് ആ കോലാത്തിന് തീയിടും. അത് കഴിഞ്ഞ് അവിടെ ഒരു കുളം കുഴിക്കും. ആ കുളത്തിൽ നിന്ന് ഒരു കൈ വെള്ളം കോരി ഞാൻ കുടിക്കും. എന്നാലേ എന്റെ ഉള്ളൊന്ന് തണുക്കുള്ളൂ. എന്റെ അച്ഛന്റെ ചോര വീണ സ്ഥലാണത്. വിടുകേല കൊച്ചുവ. തമ്പ്രാന് അങ്ങോട്ട് പിടിച്ചേണ്ടേ. കൊണ്ടുപോയി വല്യമ്പ്രാട്ടിയുടെ കയ്യിൽ കൊടുത്തേര്. ഈ നാട്ടിൽ പുതുതായിട്ട് എന്നാങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് ഈ കോലാത്ത് വന്ന് പുകല വെച്ച് പറയണ ഒരു പതിവുണ്ടായിരുന്നു. ഞാനായിട്ടത് തെറ്റിക്കണില്ല. പുതുതായിട്ടിപ്പോ എന്താണാവോ തുടങ്ങാൻ പോണത്? ഞാൻ ഈ താലൂക്കടച്ചുള്ള കള്ളുഖാപ്പെല്ലാം കൂടെ പിടിച്ചിട്ടുണ്ടല്ല. എല്ലാ ഖാപ്പിലും ഒത്തിരി കള്ള് മിച്ചം വരും. അതെടുത്ത് ഭൂമിയിൽ ഒഴിച്ചാ പുഴുവെടുക്കും, വെള്ളത്തിൽ ഒഴിച്ച മീൻ ചാകും. എങ്കി വാറ്റി മനുഷ്യന് തന്നെ കൊടുത്തേക്കാം.
അതൊരു സൽകൃത്യം തന്നെയല്ലേ രാമൻ നായരെ? ഒവ്വ. മുതലാളി ചാരായം വാറ്റണതിന് വല്യമ്പ്രാട്ടിക്ക് എന്തിനാണാവോ പുകല കൊടുക്കണത്? ഹ, ഇവിടെ ഇട്ട് വാറ്റുമ്പോ ഇവിടെ ഉള്ളവര് കൂടി ഒന്ന് അറിഞ്ഞിരിക്കാണ്ടേ? ഇവിടെ ഇട്ടോ? ഈ കോലോത്തിട്ടോ? ഇല്ലെങ്കിൽ പിന്നെ ഈ പഴഞ്ചൻ മണ്ടാരം ഞാൻ വിലക്ക് മേടിക്കുമെന്ന് താൻ കരുതണണ്ട. ആള് സാമതമില്ലാത്ത വീട്ടിലിട്ട് ചാരായം വാറ്റിയാലേ പുക വരുമ്പോ ആളന്മാരറിയും. ഇതിപ്പോ ഈ കോലാത്തൂന്നാകുമ്പോ തമ്പുരാട്ടിമാരുടെ പുകയാണെന്ന് കരുതിക്കൊള്ളും. ചാരായത്തിന്റെ പുകയാണെന്ന് അറിയേലാ. അപ്പൊ പറഞ്ഞ പോലെ പുകല കൊടുത്ത് വലിയ തമ്പുരാട്ടിയോട് പറഞ്ഞേക്ക്. നാട്ടു നടപ്പ് തെറ്റിക്കരുതല്ലോ. അത് ഞാൻ പറഞ്ഞത് പോരെ? എന്തോ ചോറുകൾ പലതരം: നെയ്ച്ചോറ്, പാൽച്ചോറ്, ചക്കരച്ചോറ്, വെറും ചോറ്, ഉണക്കച്ചോറ്. ഇതാണ് സാക്ഷാൽ കൊലച്ചോറ്. ആനക്കാരന്റെ ചോറ് ഇതിനേക്കാൾ എത്രയോ ഭേദ.